1000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്നാൽ നിങ്ങൾക്കൊരു സംരംഭകനാകാം. സ്വന്തമായി ഒരു തൊഴിലുണ്ടാക്കി യാതൊരു റിസ്ക്കുമില്ലാത്ത ഹൈടെക് ആയിട്ടുള്ള ഒരു തൊഴിൽ നിങ്ങൾക്ക് നേടിയെടുക്കാം. ഈ തൊഴിലിനൊരു പ്രത്യേകതയുണ്ട്. കുറഞ്ഞ ദിവസം കൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഈ തൊഴിൽ സാധ്യമാക്കാം. കായിക അധ്വാനം തീരെയില്ലാത്ത ഒരു തൊഴിലായി നമുക്കിതിനെ പരിഗണിക്കാം. കൂടാതെ ഈ ബിസിനസ്സിനൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ സ്ഥലപരിമിതിയുള്ളവർക്കും സ്ഥലം ഇല്ലാത്തവർക്കും പൈസ മുടക്കാൻ കഴിയാത്തവർക്കും കുറഞ്ഞ ചെലവിൽ വെറും 1000 രൂപ മുടക്കിൽ ഒരു തൊഴിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു കൃഷിയാണ്, ഒരു അഗ്രി ബിസിനസ്സാണ് മഷ്റൂം ഫാമിംഗ്. ഇനി കൂൺ കൃഷി ചെയ്താൽ എവിടെ വിൽക്കും, എങ്ങനെ വിൽക്കും എന്നൊക്കെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. കൂൺപുരയുടെ ബൈബാക്കിംഗ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. കൂൺപുരയുടെ ബൈബാക്കിംഗ് പദ്ധതി അറിയാൻ നിങ്ങൾ ഈ മുകളിൽ കാണുന്ന ലക്ഷങ്ങളാണ് ലക്ഷ്യമെങ്കിൽ എന്ന വീഡിയോ, അതായത് നട്ടു നനയ്ക്കാൻ 100 പേർ, വിറ്റ് നൽകാൻ കൂൺപുര എന്ന വീഡിയോ നിങ്ങൾ കണ്ട് നമ്മുടെ ബൈബാക്കിംഗ് പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ 1000 രൂപ മുടക്കിൽ നിങ്ങൾ കൂൺ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു തരുന്നത് പരമ്പരാഗത രീതിയിൽ മുൻകാലങ്ങളിൽ നമ്മൾ വൈക്കോൽ ഉപയോഗിച്ച് കൃഷി ചെയ്തിരുന്ന രീതിയൊന്നുമല്ല. ഇന്നത്തെ പുതിയ ആധുനിക കൃഷി രീതിയാണ് ഹൈടെക് കൃഷി രീതി. ഇവിടെ കൂൺപുരയിൽ പോഷിച്ച മഷ് പെല്ലറ്റ്, കൂൺപുരയുടെ സ്വന്തം ലാബിൽ തയ്യാറാക്കിയ ഹൈബ്രിഡ് സ്പോൺ, വിവിധങ്ങളായ ചിപ്പിക്കൂണ്, പാൽക്കൂണ്, എല്ലാത്തിൻ്റെ വിത്തുകൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇത് നിങ്ങൾ എവിടെ നിന്ന് ഓർഡർ ചെയ്താലും അവിടേക്ക് ഞങ്ങൾ കൊറിയർ സർവീസ് വഴി അയച്ചു തരുന്നതാണ്. അതോടൊപ്പം നിങ്ങൾ എവിടെ നിന്ന് കൂൺ കൃഷി ചെയ്ത് നിങ്ങൾ കൂണ് എവിടെ നിന്ന് വേണോ കൃഷിക്കാർക്ക് കൂൺപുരയിലേക്ക് അയച്ചു തരുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും കൂൺ കൃഷിയുമായിട്ടുള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. കൂൺപുര ചാനൽ വീഡിയോസ്, കൂൺപുര ബൈബാക്ക് ആക്ടിവിറ്റി, കൂൺപുര ഫ്രീ ട്രെയിനിങ് കോഴ്സസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ആൻഡ് ഹൈപ്പ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ചെയ്യുന്ന ഓരോരോ ഹൈപ്പ് ബട്ടണും ഞങ്ങളെ കൂടുതൽ ആളുകൾക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. ഇനി ചാനൽ മെമ്പർഷിപ്പ് ആകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ മെമ്പർഷിപ്പ് ആകാവുന്നതാണ്. അപ്പോൾ ലൈക്ക്, ഹൈപ്പ് ആൻഡ് ഷെയർ. ഇവിടെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ പാക്കേജിൽ കിട്ടിയ ഈ മഷ് പെല്ലറ്റ് ഉപയോഗിച്ച്, ഈ സ്പോൺ ഉപയോഗിച്ച് നമുക്ക് എത്ര ബെഡ് ചെയ്യാൻ കഴിയും, ഈ ബെഡിൽ നിന്ന് നമുക്ക് എത്തോളം നമുക്ക് ഉൽപ്പന്നം കിട്ടും, കൂൺ എത്ര കണ്ട് വിളവ് കിട്ടും, അതിൽ നിന്ന് നമുക്ക് എത്ര രൂപ സമ്പാദിക്കാം, അതേക്കുറിച്ചൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ കൂൺപുര ഈ പാക്കേജിലുള്ള ഈ വിത്തും ഈ പെല്ലറ്റ് ഉപയോഗിച്ച് കൃഷി ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ വിളവുകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത്. ആ വിളവുകൾ എത്രയാണ്, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൽ നിന്ന് എന്ത് വരുമാനം കിട്ടുമെന്നതിനെക്കുറിച്ചും നിങ്ങൾക്കിത് കണ്ട് മനസ്സിലാക്കാം. ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കൂൺപുര ഇത് കൃഷി ചെയ്യുന്ന മാതിരി തന്നെ നിങ്ങൾക്കും ഇത് കൃഷി ചെയ്യാം. ഇതിൻ്റെ കൃത്യമായ സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് നിങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ഇതോടൊപ്പമുള്ള വിളവ് നമുക്ക് ഇതോടൊപ്പം എത്രയാണോ നമുക്ക് വിളവ് സുരക്ഷിതമായ രീതിയിൽ നിങ്ങൾക്കും ഈ വിളവ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ പാൽക്കൂണാണ് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് 8 ബെഡുകൾ നിങ്ങൾക്ക് തയ്യാറാക്കാം. അതിനുള്ള സാധനങ്ങൾ, അതിനുള്ള വിത്തും, അതിനാവശ്യമായിട്ടുള്ള കവറും, അതിനാവശ്യമായിട്ടുള്ള മഷ് പെല്ലറ്റും, അതിൻ്റെ ആവശ്യത്തിനുള്ള കേസിംഗ് ഉൾപ്പെടെ എല്ലാം ഈ പാക്കേജിലുണ്ട്. അങ്ങനെ നമുക്ക് 8 ബെഡുകൾ ഉണ്ടാക്കാം. ഇവിടെ ചിപ്പിക്കൂണാണ് നാം കൃഷി ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് 4 ബെഡുകൾ ഉണ്ടാക്കാം.
കാരണം ചിപ്പിക്കൂണ് വലിയ ബെഡുകൾ നമ്മൾ തയ്യാറാക്കും, പാൽക്കൂണ് ചെറു ബെഡുകളാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ പാൽക്കൂണ് ഇരട്ടി എണ്ണം നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാം. അത് വയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള 4 ബെഡുകളെ സുരക്ഷിതമായി വെച്ച് വളർത്താൻ പറ്റുന്ന കൂൺ കൂടാണ് നിങ്ങൾക്ക് ഇതോടൊപ്പം തരുന്നത്. 4 ബെഡുകളെ നിങ്ങൾക്ക് ഈ കൂടുകൾ വെച്ച് വളർത്താം. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ കൂൺ കൂട് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ ഒരു ക്യാപിറ്റൽ ഇൻകമാണ്. ഇതിൻ്റെ റണ്ണിങ് കോസ്റ്റ് ഇതിൻ്റെ പകുതിയേ വരുന്നുള്ളൂ. അപ്പോൾ 1000 രൂപ മുടക്കി ഫസ്റ്റ് ടൈം നിങ്ങൾ ഇതിൻ്റെ ഒരു പാക്കേജിലേക്ക് വരുന്ന ഒരാളിന് നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇതിന് കൃഷി ചെയ്യാൻ വേണ്ടി കൂൺ കൂട് നിങ്ങളുടെ മൂലധനമാണ്. അതവിടെ സുരക്ഷിതമായിട്ട് നമുക്ക് ക്യാപിറ്റൽ ഇൻകമായിട്ട് നമുക്കത് ഉപയോഗിക്കാം. അത് നമുക്ക് വർഷങ്ങളോളം നമുക്ക് വീണ്ടും ഇതിനകത്ത് കൂൺ കൃഷി ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ പാക്കേജിൽ വരുന്ന ആളുകൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ആവർത്തന ചെലവ്, വീണ്ടും ഇത് കൃഷി ചെയ്യാൻ 500 രൂപയെ നിങ്ങൾക്ക് പിന്നെ ചിലവുള്ളൂ. കൂൺപുര ചാനൽ വീഡിയോസ്, കൂൺപുര ബൈബാക്ക് ആക്ടിവിറ്റി, കൂൺപുര ഫ്രീ ട്രെയിനിങ് കോഴ്സസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ആൻഡ് ഹൈപ്പ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ചെയ്യുന്ന ഓരോരോ ഹൈപ്പ് ബട്ടണും ഞങ്ങളെ കൂടുതൽ ആളുകൾക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. ഇനി ചാനൽ മെമ്പർഷിപ്പ് ആകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ മെമ്പർഷിപ്പ് ആകാവുന്നതാണ്. അപ്പോൾ ലൈക്ക്, ഹൈപ്പ് ആൻഡ് ഷെയർ. പരമ്പരാഗത രീതിയിലുള്ള കൂൺ കൃഷിയെക്കുറിച്ച് ഒരുപക്ഷെ നമുക്കറിയാം. വളരെ കായികാധ്വാനമുള്ള, അതിൻ്റെ നമുക്കറിയാം വൈക്കോൽ ഉപയോഗിച്ചാണ് നാം കൃഷി ചെയ്യുമെങ്കിൽ ആ വൈക്കോൽ അണുവിമുക്തമാക്കിയെടുക്കാൻ അങ്ങനെ ഒത്തിരി കായികമായി നമുക്കതിനകത്ത് ജോലി ചെയ്യേണ്ടിയുണ്ട്. അതുമാത്രമല്ല കണ്ടാമിനേഷൻ സാധ്യത കൂടുതലാണ്. അതോടൊപ്പം മഴക്കാലങ്ങളിൽ പൂർണ്ണമായും നമുക്ക് വൈക്കോൽ ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ അത് ഉണക്കിയെടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. പലപ്പോഴും കൃഷിക്ക് പലരും ഈ കൂൺ കൃഷിയിൽ നിന്ന് മാറിപ്പോയതിന് കാരണം ഈ കൃഷി രീതിയോടുള്ള നമുക്ക് പൊരുത്തപ്പെട്ട് വരാൻ കഴിയാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള ആ കൃഷി ഇന്ന് വളരെയേറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പുതിയ കാലത്ത് ഇന്ന് ഹൈടെക് കൃഷികളുടെ കൂട്ടത്തിലാണ് ഇന്ന് ഈ കൃഷി വന്നിരിക്കുന്നത്. നമുക്കറിയാം കൃഷിയെക്കുറിച്ച്. കൂൺ കൃഷി മറ്റ് കൃഷികളെപ്പോലെ അല്ല, ഇതൊരു ഇൻഡോർ കൃഷിയാണ്. മറ്റ് കൃഷികളെല്ലാം നമ്മൾ ഓപ്പൺ എയറിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡോർ കൃഷിയാണ് കൂൺ കൃഷി. അതുകൊണ്ട് തന്നെ പോളി ഹൗസുകൾക്കുള്ളിലുള്ള ഒരു കൃഷി രീതിയാണ് കൂൺ കൃഷി. ആ കൃത്രിമമായിട്ടുള്ള ആ കാലാവസ്ഥ ഒരുക്കി നാം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നാം തയ്യാറാക്കുന്ന കൂൺപുരകളൊക്കെ വലിയ ചിലവുകളിൽ മുതൽ മുടക്കിലുമാണ് നമ്മൾ ഇന്ന് ചിലവാക്കുന്നത്. പക്ഷെ ഇവിടെ കൂൺപുര പരിചയപ്പെടുത്തുന്നത് അത്തരത്തിലുള്ള വലിയ ചിലവുകൾ മുടക്കാണ്ട് വളരെ ലളിതമായ രീതിയിൽ വെറും 1000 രൂപ മുടക്കിൽ നമുക്ക് ഈ കൃഷി സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ വളരെയേറെ പ്രത്യേകത. ഈ 1000 രൂപ മുതൽ മുടക്കിൽ കൂൺപുര നിങ്ങൾക്ക് നൽകുന്നത് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിത്ത് മുതൽ അതിൻ്റെ മാധ്യമം ഉൾപ്പെടെയുള്ളതാണ്. അതോടൊപ്പം ഒരു കൂൺപുരയ്ക്ക് പകരം വെക്കാൻ പറ്റുന്ന ഒരു കൂൺ കൂട് കൂടി നിങ്ങൾക്ക് ഇതിൽ തരുന്നുണ്ട്. അതായത് നാം ഇവിടെ തരുന്ന കൂൺ വിത്ത് കൂൺപുര സ്വന്തം ലാബിൽ തയ്യാറാക്കിയ ഫസ്റ്റ് ജനറേഷൻ വിത്ത്, വളരെ ഉൽപാദനക്ഷമതയുള്ള കൂൺപുര സ്വന്തം ലാബിൽ തയ്യാറാക്കിയ വിത്താണ്, മഷ്റൂം സ്പോണാണ് നിങ്ങൾക്കിവിടെ ഞങ്ങൾ ഇതിൽ തരുന്നത്. അതോടൊപ്പം കൂൺ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കൂൺപുര പോഷിപ്പിച്ച മഷ് പെല്ലറ്റാണ് ഇതോടൊപ്പം തരുന്നത്. അതിൽ കൃഷി ചെയ്യാൻ അതിനാവശ്യമായിട്ടുള്ള കവറും അതിൻ്റെക്ക് ചേർക്കേണ്ട കാൽസ്യം കാർബണേറ്റ് ഉൾപ്പെടെ എല്ലാം ഒരു പാക്കേജായിട്ട് നിങ്ങൾക്ക് ഞങ്ങളിവിടെ തരുന്നുണ്ട്. പാൽക്കൂണിനാണെങ്കിൽ അതിൻ്റെ കേസും മിച്ചർ ഉൾപ്പെടെ നിങ്ങൾക്ക് റെഡിമെയ്ഡായി ചെയ്ത് ഞങ്ങൾ ഈ കിറ്റിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അതോടൊപ്പം കൂൺ കൂട് ഞങ്ങൾ നൽകുന്നുണ്ട്. ഈ കൂൺ കൂട് പോളി ഹൗസിനുള്ളിൽ കൂൺ കൃഷി ചെയ്യുന്ന, ഇൻഡോർ കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ രീതിയിൽ പോളി നെറ്റ് കൊണ്ട് തയ്യാറാക്കിയ കൂൺ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ നന്നായി വിളവ് തരുന്ന കൂൺപുര വർഷങ്ങൾ കൊണ്ട് പരീക്ഷണത്തിൻ്റെ ഫലമായി നാം തയ്യാറാക്കിയെടുത്ത, ഇന്ന് കേരളത്തിലെ കൂൺ കൃഷിക്കാരുടെ ഇടയിൽ വളരെയേറെ പ്രിയങ്കരനായിട്ടുള്ള
നന്നായിട്ട് കൃഷിക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കൂൺ കൂട് നിങ്ങൾക്ക് ഇതോടൊപ്പം തരുന്നുണ്ട്. ഇവിടെ കൂൺ കൂട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നതിനെക്കുറിച്ച് മുൻ വീഡിയോയിൽ മരത്തണലിൽ കൂൺ കൃഷി എന്ന വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായി ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ കൂൺപുര പോഷിപ്പിച്ച് തയ്യാറാക്കിയിട്ടുള്ള മഷ് പെല്ലറ്റിനൊരു പ്രത്യേകതയുണ്ട്. ഉൽപാദനക്ഷമത കൂടുതലാണ്. നാം പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്ത് പരിചയമുള്ളവർക്കറിയാം, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നത്തിൻ്റെ ഇരട്ടിയും അതിലധികവും നമുക്ക് വിളവ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് സുരക്ഷിതവും ലാഭവും എളുപ്പവുമായി ഈ കൂൺ കൃഷി മാറിയിട്ടുണ്ട്. ഇന്ന് ഏറ്റവും നല്ല ഒരു തൊഴിലന്വേഷിക്ക് ഏറ്റവും നല്ല ഒരു തൊഴിലിടമാണ് കൂൺ കൃഷി. ഈ പാക്കേജിൽ നിങ്ങൾക്ക് നൽകുന്ന മഷ് പെല്ലറ്റ്, ആ മഷ് പെല്ലറ്റ് ഉപയോഗിച്ചിട്ടുള്ള കൃഷിക്കൊരു പ്രത്യേകതയുണ്ട്. കുറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് ഈ കൃഷി ചെയ്യാം. ഒരുപക്ഷെ ഒരു ചെറിയ ടേബിൾ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ബെഡ് നിർമ്മാണം നിങ്ങൾക്ക് സാധ്യമാണ്. അതാണ് ഈ മഷ് പെല്ലറ്റിൻ്റെ സയൻസ്, അതിൻ്റെ ടെക്നോളജി. വളരെ വിളവ് തരുന്ന ഏറ്റവും സുരക്ഷിതമായ കൂൺ കൃഷിയിൽ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ട്, കൂണിലൊരു വിസ്മയം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതിയായി ഇന്ന് ഈ പെല്ലറ്റിലുള്ള കൂൺ കൃഷി വന്നിട്ടുണ്ട്. ഈ പാക്കേജിൽ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കൂൺപുരയിൽ നിന്ന് ഓർഡർ എടുക്കാം. അങ്ങനെ നിങ്ങൾ ഈ ഓർഡർ നൽകുമ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് നിങ്ങളിലേക്ക് ഇത് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഇവിടെ ഞങ്ങൾ കാണിക്കുന്നത്. സുരക്ഷിതമായ രീതിയിൽ ഇത് പാക്ക് ചെയ്ത് കൃത്യമായി നിങ്ങൾക്ക് കൊറിയർ സർവീസ് വഴി ഇത് അയച്ചു തരുന്നു. അതുമാത്രമല്ല, കൂൺപുരയിൽ നേരിട്ട് വന്ന് കൂൺപുര സന്ദർശിച്ച് കണ്ട് നിങ്ങൾക്ക് നേരിട്ടും ഇത് വാങ്ങാവുന്നതാണ്. ഇവിടെ ഈ പാക്കേജ് ഉപയോഗിച്ച് നിങ്ങൾ വാങ്ങുന്ന ഈ കൂൺ വിത്തും ഈ പെല്ലറ്റും ഉപയോഗിച്ച് എങ്ങനെയാണ് കൂൺ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുമാത്രമല്ല, കൂൺപുരയുടെ സൗജന്യ ക്ലാസ് നിങ്ങൾക്കിവിടെ ഉണ്ട്. ആ ക്ലാസ്സുകളിലും നിങ്ങൾക്ക് നേരിട്ട് ഈ കൂൺ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കാവുന്നതും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് മഷ് പെല്ലറ്റ്, നമ്മുടെ 4 കിലോ മഷ് പെല്ലറ്റ് ഉണ്ട്. ആ പെല്ലറ്റിനകത്ത് നമുക്ക് 6 ലിറ്റർ തിളച്ച വെള്ളം നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കണം. നമുക്ക് 1 കിലോയ്ക്ക് നമ്മൾ 1.5 ലിറ്റർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമുക്ക് 4 കിലോയ്ക്ക് നമുക്ക് 6 ലിറ്റർ വെള്ളം, തിളച്ച വെള്ളം നമ്മൾ അതിലേക്ക് വരും. അതോടൊപ്പം തന്നെ 4 ടീസ്പൂൺ കാൽസ്യം കാർബണേറ്റ് നമ്മൾ അതിനകത്തേക്ക് ഇടണം. നമ്മൾ കാൽസ്യം കാർബണേറ്റ് എന്തിനായിടണമെന്ന് നമുക്കറിയാം. മുൻ വീഡിയോകളിലൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കൃത്യമായി pH, മഷ്റൂമിന് അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് കൃത്യമായ pH. അപ്പോൾ pH ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ കാൽസ്യം കാർബണേറ്റ് ഇടുന്നത്. അങ്ങനെ നമ്മൾ 1 ടീസ്പൂൺ 1 കിലോയ്ക്ക് എന്ന മട്ടിൽ നമ്മൾ അതിനകത്തേക്ക് 4 ബെഡുകൾക്ക് 4 കിലോ പെല്ലറ്റിന് നമ്മൾ 4 ടീസ്പൂൺ കാൽസ്യം കാർബണേറ്റ് ഇട്ടു. നന്നായി തണുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായി പൊടിച്ച് അതിന് നമ്മൾ കവറുകളിലേക്ക് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അത് പാൽക്കൂണാണെങ്കിൽ നമ്മൾ 8 ബെഡുകളായിട്ട് നമ്മളിവിടെ കൃഷി ചെയ്യും. കാരണം അതിന് ഉയരം കുറഞ്ഞ അളവ് മതി. അതുകൊണ്ട് തന്നെ 8 ബെഡുകളായി നമ്മളത് നിറയ്ക്കും. ഇവിടെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള വിത്ത് നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് കവറുണ്ട്, നമുക്കെല്ലാം ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ചിലവുകളോ വേറൊന്നും നമുക്ക് ഇതിനകത്തുണ്ടാവുന്നില്ല. ഇവിടെ നാം തിളച്ച വെള്ളമാണ് പെല്ലറ്റിലേക്ക് ഒഴിച്ചത്. അതുകൊണ്ട് തന്നെ ആ ചൂട് പൂർണ്ണമായും മാറിയതിന് ശേഷം മാത്രമേ നാം വിത്ത് അതിലേക്ക് ഇടാവൂ. വിത്ത് നമുക്കറിയാം ജീവനുള്ള ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ ചൂടോടുകൂടി പെല്ലറ്റ് നിറച്ച് കവറുകളിനകത്തേക്ക് കെട്ടി വെക്കുക. അത് ഈ വിത്ത് തന്നെ കേടായിപ്പോവും. നമുക്കിവിടെ കൃത്യമായി നല്ല തണുത്തതിന് ശേഷമായിരിക്കണം ഈ ബെഡുകൾ നിർമ്മിക്കാൻ. നന്നായിട്ട് ശുദ്ധമായിട്ടുള്ള കൈകൊണ്ട് നന്നായിട്ട് ഈ പെല്ലറ്റ് പൊടിക്കുന്നത് മൈസീല്യത്തിൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ സഹായകരമായിരിക്കും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് അത് പൊടിയണം. അപ്പോഴേക്കും കാൽസ്യം കാർബണേറ്റ് എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ അത് ഇളക്കി പൊടിച്ച് അതിന് ശേഷമാണ് നമ്മൾ ഈ കവറുകളിൽ നിറയ്ക്കുന്നത്. ഇവിടെ കവറുകളിലേക്ക് നിറച്ചതിന് ശേഷം നിർബന്ധമായും
പിൻഹോൾ ഇടണം, സുഷിരങ്ങൾ ഇടണം. കാരണം ശുദ്ധവായു അതിന് ലഭ്യമാക്കി കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് കുറേ സുഷിരങ്ങൾ ഇട്ട് കൊടുക്കണം. അത് കൃത്യമായി ഇടണം. അത് മറന്നു പോവാതിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് കൃത്യമായും ബെഡ് കെട്ടിക്കഴിഞ്ഞാൽ ആദ്യം അത് ചെയ്യണം. അതോടൊപ്പം തന്നെ ഏത് ഡേറ്റിലാണ് നമ്മളിത് ബെഡ് ചെയ്യുന്നത്, ഏത് വെറൈറ്റിയാണ് നമ്മൾ ഇരിക്കുന്ന വിത്ത്, അത് ഇതിലേക്ക് രേഖപ്പെടുത്തണം. കാരണം നമുക്ക് അതിൻ്റെ വളർച്ച കൃത്യമായി 15 മുതൽ 18 ദിവസമായി കഴിഞ്ഞാൽ ചിപ്പിക്കൂണ് പുറത്തെടുത്ത് കവർ കീറി നനച്ചു കൊടുക്കേണ്ടതുണ്ട്. പാൽക്കൂണ് 25 ദിവസമായി കഴിയുമ്പോൾ നമുക്കതിനെ പുറത്തേക്കെടുത്ത് അതിൻ്റെ മുകൾ പരപ്പിലെ കെട്ടഴിച്ച് അതിനകത്തേക്ക് 1 ഇഞ്ച് കനത്തിൽ കേസിങ് ഇട്ട് കൊടുക്കണം. ഇവിടെ നാം പാൽക്കൂണാണ് കൃഷി ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, പിൻഹോളിട്ട് ആ ബെഡുകൾ നന്നായിട്ട് അമർത്തിക്കെട്ടി പിൻഹോളിട്ട് അതിലേക്ക് നാം അതിൻ്റെ തീയതി രേഖപ്പെടുത്തി, ഇനം രേഖപ്പെടുത്തി. ഇനി അത് 25 ദിവസം ഇരട്ട റൂമിലേക്ക് പോകും. അവിടെ അതിൻ്റെ വളർച്ച കഴിഞ്ഞ് മൈസീലിയൊക്കെ നന്നായിട്ട് വളർന്നതിന് ശേഷം നാം 25 ദിവസം കഴിഞ്ഞ് ആ കേസിങ് ഇടണം. നമുക്കറിയാം, അതിൻ്റെ മുകൾ ഭാഗം ഓപ്പൺ ചെയ്ത് അതിലേക്ക് 1 ഇഞ്ച് കനത്തിൽ നാം കേസിങ് ഇട്ട് കൊടുക്കും. അങ്ങനെ കേസിങ് ഇട്ട് കഴിഞ്ഞാൽ ഇന്നേക്ക് ചെറു നനയാണ് നമ്മൾ കൊടുക്കേണ്ടത്. മന കൂടിയാൽ ആ മന കൊടുക്കുന്ന സമയത്ത് താഴേക്ക് വെള്ളം ഇറങ്ങിപ്പോവാതെ, മൈസീലിയത്തിലേക്ക് വെള്ളം വേണ്ട, ആ കേസിങ് മാത്രം നനഞ്ഞ് വെന്നാൽ മതി. അടുത്തത് ഉണങ്ങിയതിന് ശേഷം നന കൊടുത്താൽ മതി. എല്ലാ ദിവസവും പാൽക്കൂണിന് നനയില്ല. ആ കേസിങ് ഉണങ്ങുന്ന മുറയ്ക്ക് നമ്മൾ നന കൊടുക്കും. അങ്ങനെ നന കൊടുത്തു കഴിയുമ്പോൾ ഇന്നേക്കൊരു 5-6 ദിവസം കഴിയുമ്പോൾ അവിടെ ചെറു മുകുളങ്ങൾ ഉണ്ടാവും, ചെറിയ കൂണുകൾ രൂപാന്തരപ്പെടും. ഇവിടെ 25 ദിവസം കഴിഞ്ഞ് നമ്മൾ കേസിങ് ഇട്ടു, ചെറു നന കൊടുക്കുകയാണ് നമ്മളിവിടെ. ചെറിയ നന കൊടുത്തു. അപ്പോഴേക്ക് ഇതാ നോക്കിയേ, ഇന്നേക്ക് 6 ദിവസങ്ങളായപ്പോൾ ഈ ചെറു കുഞ്ഞു കൂണുകൾ ഇവിടെ രൂപാന്തരപ്പെട്ടു. ഈ കൂണുകളിന് വരുന്ന 7 ദിവസത്തിനുള്ളിൽ നമുക്കത് വിളവെടുക്കാം. വളർച്ച പൂർണ്ണമായി എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയ നിവർന്ന് വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഇവിടെ കാണാം നിങ്ങൾക്ക്. ആ വിളവെടുക്കാൻ പാകമായ ആ കൂണുകൾ, നല്ല വലിപ്പമായ കൂണുകളെ നമുക്ക് അതിനെ പതിയെ ശുദ്ധമായ കൈകൊണ്ട് നമുക്ക് വലത് സൈഡിലേക്ക് കൈകൊണ്ട് കറക്കിയാണ് നമ്മൾ വിളവെടുക്കുന്നത്. അങ്ങനെ നമുക്ക് ചെറു കൂണുകൾക്ക് ക്ഷതം സംഭവിക്കാതെ, അതിൻ്റെ മൈസീല്യത്തിന് ക്ഷതം സംഭവിക്കാതെ നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാം. അതിനുശേഷം നമുക്ക് ആ വിളവെടുത്ത കുഴികളെ നമുക്ക് ചെറുതായിട്ട് വീണ്ടും നമുക്ക് കേസിങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ വീണ്ടും 2ാമതും 3ാമതും നല്ല ബെഡുകളിൽ 4 പ്രാവശ്യമൊക്കെ ആവർത്തിച്ച് കൂണുണ്ടാവും. അത് വളരെ കൃത്യമായി ഇതിൻ്റെ കൃത്യമായ ഡേറ്റ് ഒക്കെ എഴുതി, അവിടെയാണ് നാം ഇതിൻ്റെ സയൻസ് കൃത്യമായി പാലിപ്പിക്കേണ്ടത്. കൃത്യമായി നമ്മളത് രേഖപ്പെടുത്തണം. നമ്മുടെ ഇനവും ഡേറ്റും അതിനകത്ത് രേഖപ്പെടുത്തണം. അതിന് മുമ്പ് കൃത്യമായ ദിവസം അത് പുറത്തെടുത്ത് പാൽക്കൂടിന് കേസിങ് കൊടുക്കണം. ചിപ്പിക്കൂടിന് അത് കവർ കീറി നന കൊടുക്കണം. ആ നന അതൊരു ഹ്യൂമിഡിറ്റി, അതായത് ചെറു നനകളായിട്ട് അന്തരീക്ഷത്തിലൊരു കാലാവസ്ഥയുടെ ഒരു വ്യതിയാനം ഉണ്ടാകുന്ന, ആ ടെമ്പറേച്ചർ മാറുന്ന ഒരു ഹ്യൂമിഡിറ്റി ചേഞ്ച് അതുണ്ടാക്കി കൊടുത്താൽ നന്നായിട്ട് കൂണ് വരും. നമുക്ക് നന്നായിട്ട് ഇതൊരു ലാഭകരമായ രീതിയിൽ ഈ ഒരു ബെഡിൽ നിന്ന് ശരാശരി 3-4 ഒക്കെ കൂണുകൾ, ഈ വലിപ്പമുള്ള കൂണുകൾ ഫസ്റ്റ് ഹാർവെസ്റ്റിങ്ങിന് തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ ഈ ഒരു കൂണ് തന്നെ 200 ഗ്രാമിന് മുകളിലുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് എത്ര കണ്ട് വിളവ് കിട്ടുമെന്ന്. ഈ വിളവ് ഇത്ര കണ്ട് കിട്ടുന്നതിന് കാരണം നാം പോഷിപ്പിച്ചെടുത്ത മഷ് പെല്ലറ്റും നാം നമ്മുടെ കൂൺപുരയിൽ തയ്യാറാക്കിയ ഹൈബ്രിഡ് കൂൺ വിത്തുകളുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഈ വിത്തും ഈ പെല്ലറ്റും ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ നല്ല വിളവ് കിട്ടും. അതോടൊപ്പം ഇതിൽ നമ്മളിപ്പോൾ ഇവിടെ ചേർത്ത കേസിങ് ഉണ്ടല്ലോ, നിങ്ങൾ കേസിങ് കൂൺ കൃഷിയിൽ, പ്രത്യേകിച്ച് പാൽക്കൂൺ കൃഷിയിൽ അവനെ നിസ്സാരമായി കാണരുത്. അവനിലുമുണ്ട് ഒരു പോഷണം. കൂൺപുര തയ്യാറാക്കിയ കേസിങ്ങിൽ പോഷിപ്പിച്ച കേസിങ്ങാണ്. അതും ഇതിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമാണ്. ഇവിടെ ഈ കൂൺ കൃഷിയിൽ പാൽക്കൂണിൻ്റെ തലയണയാണ് കേസിങ്. ഇവിടെ ഒരു ബെഡിൽ നിന്ന് നമുക്ക് ഈ വലിപ്പമുള്ള ഫസ്റ്റ് ഹാർവെസ്റ്റിങ്ങിന് തയ്യാറായി നിൽക്കുന്ന 4ഓളം കൂണുകളുണ്ട്.
അപ്പോൾ 200 ഗ്രാമിന് മേളിൽ ഒരു കൂണിന് വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 800 ഗ്രാമിന് മേളിലാണ് ഒരു ബെഡിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കൂണ് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് 8 ബെഡുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആ 8 ബെഡിൽ 800 ഗ്രാം വെച്ച് ഫസ്റ്റ് ടൈം വിളവ് കിട്ടുമ്പോൾ നമുക്ക് അത് 800 ഗ്രാം വെച്ച് 8 ബെഡുകളിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു ബെഡിൽ നിന്ന് നമുക്ക് ഏകദേശം 800 ഗ്രാമോളം കൂണാണ് നമുക്കിവിടെ കിട്ടുന്നത്. അങ്ങനെ 8 ബെഡുകളിൽ നിന്ന് നമുക്ക് കൂണ് കിട്ടുമ്പോൾ 6 കിലോയ്ക്ക് മേലെ കൂണാണ്. ഇവിടെ നമുക്ക് കേരള മഷ്റൂമിന് 450 രൂപ വിലയുണ്ട് 1 കിലോ കൂണിന്. ഫസ്റ്റ് ഹാർവസ്റ്റിങ്ങിനാണ് നമുക്ക് ഈ 6 കിലോയോളം കൂണ് കിട്ടുന്നത്. ഈ കാണുന്ന ഈ ട്രേയിൽ ഇപ്പോൾ കാണുന്ന ഈ കൂണ് നമ്മൾ 8 ബെഡുകളിൽ നിന്ന് ഹാർവസ്റ്റ് ചെയ്ത ഫസ്റ്റ് ഹാർവസ്റ്റിംഗ് ആണ്. ഇനി നമുക്ക് സെക്കൻഡും തേർഡും ഹാർവസ്റ്റിംഗ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഏറ്റവും ലാഭകരമായ കൃഷിയിൽ തന്നെ ഏറ്റവും ലാഭകരമായ കൃഷിയാണ് കൂൺ കൃഷി. അതോടൊപ്പം നിങ്ങൾക്ക് ഞാനൊരു ഉറപ്പ് തരുന്നു, കൂൺപുര നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കൂണ് പൂർണ്ണമായും ബൈബാക്ക് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ ബിസിനസ്സിൻ്റെ പ്രത്യേകത ഇത്ര ലാഭമുണ്ടാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതല്ല, മറിച്ച് ഓരോ വ്യക്തിയുടെയും ആഗ്രഹത്തിനനുസരിച്ച് എത്ര വേണോ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത.